നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഈ ഹാർമണി ഹബ്ബ് എന്താണെന്ന് നമുക്ക് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്താലോ? തീർച്ചയായിട്ടും നമുക്ക് ഷെയർ ചെയ്യാം. ഈ ഹാർമണി ഹബ്ബ് എന്ന് പറയുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം തന്നെ സമാധാനത്തിന്റെ സങ്കേതം എന്നാണ്. അപ്പൊ ആ സമാധാനത്തിന്റെ സങ്കേതം എങ്ങനെ നമുക്ക് സമാധാനം കൊടുക്കാൻ കഴിയും, ആർക്ക് സമാധാനം കൊടുക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ പറയുമ്പോൾ എല്ലാവർക്കും അല്ലെ, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ ഒരു സമാധാനം കണ്ടെത്തുവാനായിട്ട് ഈ ഹാർമണി ഹബിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും നമ്മളിപ്പോ എന്റെ ഈ ജീവിതത്തിലെ കുറെ കാലത്തെ അനുഭവം വെച്ച് നോക്കി കഴിയുമ്പോൾ എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ ഒന്ന് വെച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ അവർക്ക് ആരോടും തുറന്ന് പറയാനുള്ള അവസരം കിട്ടുന്നില്ല. ഇനി അങ്ങനെ അഥവാ തുറന്ന് പറയുകയാണെങ്കിൽ തന്നെ അത് കേൾക്കാനുള്ള അവസരം ആർക്കുമില്ല. എല്ലാവരും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. അവർക്ക് ആർക്കും അതൊന്ന് കേൾക്കാനോ ഒന്ന് വിശദമായി അനലൈസ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അതാണ്, പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നു, അത് ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മളിതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതെ, നമ്മൾ ഇതിനു വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് പ്രിപ്പറേഷനാണ്. അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ പാസ്സായി പല പല കാര്യങ്ങളിലോട്ട് പലരെയും ചെന്ന് കാണുകയും അഭിമുഖീകരിക്കുകയും അവരുമായിട്ട് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അത് ശാസ്ത്രീയമായിട്ട് തന്നെ നമ്മളത് പഠിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സോടുകൂടി നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എൻ്റെ എക്സ്പീരിയൻസിൽ, അധ്യാപകനായിട്ടുള്ള എക്സ്പീരിയൻസിലും എക്സ്റ്റൻഷൻ വർക്കറായിട്ടുള്ള എക്സ്പീരിയൻസിലും എല്ലാമായിട്ടൊരു എത്രയോ ആളുകളെ ഇപ്പൊ കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരോടെല്ലാം സംസാരിച്ചുള്ള ആ ഒരു പരിചയങ്ങൾ മുൻനിർത്തിയാണ് ഇങ്ങനൊരു ഹബ്ബ് ആവശ്യമാണ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി, ഒരു സേവനം എന്നുള്ള നിലയിൽ. അതെ, ഞാനാണെങ്കിലും ടീച്ചർ എന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 25 വർഷത്തോളമായിട്ട് എത്രയോ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എത്രമാത്രം ദുഃഖങ്ങളുണ്ട്, അവരുടെ മനസ്സ് എത്രമാത്രം ആകുലതകളുണ്ട്, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പല നിർദ്ദേശങ്ങളും പല പരിഹാരങ്ങളും നമുക്ക് നൽകുവാനും അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർക്കുവാനായിട്ട് അവരെ സഹായിക്കാൻ ഒത്തിരി സാധിക്കുന്നുണ്ട്. അതിനുവേണ്ടി അപ്പോൾ ഇങ്ങനെ ഒരു ഹാർമണി ഹബ്ബ് തന്നെ സ്ഥാപിക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രമല്ല, ഇത്തിരി പ്രായമായ മുതിർന്ന കുട്ടികളുടെ പേരൻസ്, പ്രധാനമായിട്ടും കുട്ടികളുടെ പേരൻസിന്റെ കാര്യം എടുത്ത് പല പേരൻസിനും ഏത് രീതിയിലാണ് പേരന്റ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിയില്ല. അത് കാരണം കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അവർക്ക് തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും കുഞ്ഞുങ്ങളുടെ ഭാവിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പേരന്റിന് വേണമെങ്കിൽ പേരന്റിനെ സപ്പോർട്ട് ചെയ്യാനും പേരൻസിന് പേരന്റിങ്ങിനെ കുറിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഹാർമണി ഹബ്ബ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്ക് സാധിക്കും. അതുപോലെ മാരേജിലോട്ട് പോകുന്ന കുട്ടികളെ, മാരേജിന് മുൻപിലായാലും കഴിഞ്ഞിട്ടായാലും മുൻപിലായാലും നമുക്ക് അവരെ ഒത്തിരി സഹായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. അപ്പം അവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്യുവാനായിട്ട്. മാരേജിന്റെ തന്നെ അല്ല, ഇപ്പൊ പ്രായമായ ആളുകൾ, പ്രായമായ ആളുകൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഏകാന്തതയുണ്ട്, അവർക്ക് ഒത്തിരി ഏകാന്തതയുണ്ട്. തീർച്ചയായും. അപ്പം അവർക്ക് ആ രോഗങ്ങളുമായിട്ടൊക്കെ മല്ലടിക്കുന്നതിനുള്ള ഒരു പരിശീലനം, അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം, അതാണ് സാന്ത്വനവും സന്തോഷവും നൽകുക എന്നുള്ളത് നമ്മളെ കൊണ്ട് സാധിക്കും. അതെല്ലാം ഈ ഹാർമണി ഹബ്ബിലൂടെ എല്ലാവർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിലാണ് ഞങ്ങൾ. ആ ഒരു രീതി മുന്നോട്ട് കണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. ഇതെല്ലാം കൂടാതെ അവസരത്തിനനുസരിച്ചുള്ള ചില മെഡിറ്റേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മെഡിറ്റേഷൻ ആവശ്യമുള്ളവർക്ക് പലർക്കും മെഡിറ്റേഷൻ കൊണ്ട് സമാധാനം കിട്ടും. അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും പല മെഡിറ്റേഷൻസ് ഉണ്ട്, പലതരം മെഡിറ്റേഷൻസ് ഉണ്ട്. ആവശ്യം കണ്ടറിഞ്ഞ് ആവശ്യത്തിനുള്ള മെഡിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടി വന്ന മ്യൂസിക് തെറാപ്പി വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതെ, മ്യൂസിക് തെറാപ്പിയും ഉണ്ട്. ഇതെല്ലാം ചേർത്തിണക്കിയാണ് നമ്മൾ ഇവിടെ ഹാർമണി ഹബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഈ സേവനത്തിന് വേണ്ടി എല്ലാവരും ഞങ്ങളോട് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ സമയത്ത്. ഇത് തികച്ചും പൂർണ്ണമായും ഒരു സാമൂഹ്യ സേവനമായി തന്നെ ഞങ്ങൾ കരുതുന്നു. നമസ്കാരം.